ആ വന്നോ ടീച്ചറമ്മ? ആഹാ, അമ്മായി ഇതെപ്പോ എത്തി? ഞാൻ രാവിലെ വന്നതാ. പിന്നെ നീ വന്നിട്ട് നിന്നെ കൂടെ കണ്ടിട്ട് പോകാലോന്ന് കരുതി. ആണോ? എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? കഷ്ടപ്പാടുണ്ട് അമ്മായി, നല്ല കഷ്ടപ്പാടുണ്ട്. ചെറിയ പിള്ളേരില്ലേ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് ഇതൊക്കെ ഒരു സന്തോഷം. എത്രയുണ്ടെടി ശമ്പളം? കഴിഞ്ഞ മാസം വരെ 8 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 10 വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസം മുതല്. അയ്യോ എന്റെ ദൈവമേ, ഈ ഉടുത്തൊരുങ്ങി പോകുന്നതിന് ഒരു വക കിട്ടിയല്ലോ എന്റെ കൊച്ചെ. ഏ ഒരുങ്ങി കിട്ടി പോകുന്നതിനുള്ളതില്ലല്ലോ. പിന്നെ ഈ LKG UKG പിള്ളേരെ പഠിപ്പിക്കാൻ പോകുന്നതിന് ഇത്രയും കിട്ടുന്നത് തന്നെ വലിയ കാര്യം. മര്യാദയ്ക്ക് പഠിക്കാൻ വിട്ടപ്പോ മര്യാദയ്ക്ക് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കുമായിരുന്നെങ്കിൽ കൈ നിറച്ച ശമ്പളം കിട്ടിയാലായിരുന്നു. ഇതിപ്പോ പഠിക്കാൻ അന്നേരം പഠിക്കാനും കഴിയേല. എന്നിട്ട് പോയിട്ട് ഇപ്പം പിള്ളേരെ പഠിപ്പിച്ച് കണ്ടക്ഷോഭം നടത്തുന്നതിനുള്ളത് കിട്ടുവാണേലും വേണ്ടില്ല. അയ്യോ ഹോ. അമ്മായി ചായ കുടിച്ചായിരുന്നോ? അല്ല, അമ്മ എന്തി? ചായ കുടിക്കാൻ നിന്റെ അമ്മ ഇതേ പാല് മേടിക്കാൻ പോയതേ ഉള്ളൂ. ഞാൻ വന്നോണ്ടേ വർത്താനവും പറഞ്ഞിരുന്ന് പാല് മേടിക്കാൻ പോകാൻ താമസിച്ചു. അമ്മ വേഗം വരും. നമ്മുടെ സുമശേച്ചിയുടെ വീട്ടിൽ നിന്നാ ഇപ്പൊ പാല് വാങ്ങുന്നതേ. തൊട്ടപ്പുറത്തെ വീടല്ലേ. ഇപ്പൊ രജനിയുടെ അവിടെയല്ലേ പാല് മേടിക്കുന്നേ? അവിടുന്ന് ഇപ്പൊ വാങ്ങുന്നില്ല. കുറെ ദൂരം അങ്ങ് നടന്നു പോണ്ടേ. ഇപ്പൊ രാവിലെ വൈകുന്നേരം ഒരു മെനക്കേടാണ് അങ്ങോട്ട് നടന്നുള്ള പോക്ക്. ഇപ്പൊ സുമചേച്ചിയുടെ അടുത്തൊക്കെ അറിവയായപ്പോ ഇപ്പൊ അവിടുന്നാ വാങ്ങുന്നത്. ആ ആ അമ്മായി ധന്യ എന്ന് പറയുന്നു. ഇപ്പൊ കൊറേ ആയി എന്നെ വിളിച്ചിട്ട്. അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുകയില്ല. എന്റെ മോന്റെ കുഞ്ഞെ, അവക്കങ്ങനെ വിളിക്കാനൊന്നും സമയമില്ല. അപ്പടി തിരക്കല്ലേ. ഇത് പറയുന്നവര് പറയും ഗവൺമെന്റ് ഓഫീസ് അല്ലേ, വെറുതെ ഇരുന്നാ പോരെന്ന്. അവിടെ ഒന്ന് ചെയ്ത് നോക്കണം എന്നാ അവിടെ പറയുന്നത്. അയ്യോ, ഇതുപോലെ തിരക്ക് പിടിച്ച ഒരു ജോലിയും പണിയും. പിന്നെ എല്ലാത്തിനും അവളുടെ ഒരു കൈ വേണേ. അവിടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നോക്കി നടത്തുന്നത് അവളവിടെ. അവളവിടെ ചെന്നില്ലെങ്കിൽ അന്ന് പിന്നെ ഓഫീസ് ഒന്ന് അടച്ചിടുന്ന നല്ലതെന്ന് എല്ലാരും പറയുന്നത്. അത്രയും ഒരു കാര്യപ്രാപ്തി ഉണ്ടല്ലോ, നിനക്കറിയാലോ ധന്യേനെ. അതുകൊണ്ട് മിടിക്കായിരുന്നല്ലോ. പഠിക്കാൻ വിട്ടപ്പോ പഠിച്ചത് കൊണ്ട് നല്ല ജോലി ശമ്പളം ഒക്കെ ആയി. നിനക്കറിയാലോ, 18 വയസ്സ് 19 വയസ്സായപ്പോഴത്തേക്കും അവളെ ലിസ്റ്റിൽ കയറിയതാ. പിന്നെ 22 വയസ്സായപ്പോഴത്തേക്കും ജോലിയും കിട്ടി. പഠിക്കാൻ മിടിക്കായിരുന്നല്ലോ. അപ്പൊ തിരക്കാ, അപ്പടി തിരക്കാ. വിളിക്കാനൊന്നും സമയം കാണിയല്ല. പാത്രം ഇല്ലേ ബാഗില്? ശരി ശരി. എന്നാ ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടാം കേട്ടോ. ആരുടെങ്കിലും ബാഗിൽ ആയിപ്പോയിട്ടുണ്ടാവും, വേറെ കുട്ടികളുടെ. ഓക്കെ ഓക്കെ. ഓ ഓ ഈ അമ്മായി മാരണത്തിനെ കൊണ്ടിട്ട്. എന്റെ ദൈവമേ, എന്റെ നാക്കിനെ കൺട്രോൾ തരണേ. ഇല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞു പോകും. പറഞ്ഞ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തുമില്ല. ഉഫ്. പക്ഷെ മടുത്ത് വരുമ്പോ ഓരോ ശകുനങ്ങളാ. ഉഫ്. ഇത്രയും കുറഞ്ഞ ശമ്പളത്തിന് ഈ പെങ്കൊച്ചിനെ എന്തിനു പോകുന്ന രാവിലെ പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ? അവൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ ചേച്ചി. പണ്ടേ പഠിക്കാനൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. അന്നേരം പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പോകാൻ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതവരെ പോയിക്കോന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത സ്കൂളിൽ കിട്ടുകയും ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ പോയിട്ട് വരുന്നതാ. വല്ല അടുക്കളപ്പണിയൊക്കെ എടുക്കാൻ അറിയോ പെണ്ണിന്? എവിടെ, ഒരു പണി എടുക്കാൻ അറിയത്തില്ല ചേച്ചി. അടുക്കള വശത്തോട്ടേ പെണ്ണ് വരികയില്ല. അവളുടെ ചേച്ചി ഉണ്ടായിരുന്നപ്പോ ചേച്ചി പെണ്ണ് എല്ലാ പണിയും എടുത്തോളുമല്ലോ. അപ്പൊ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടാലും അനിയത്തിക്ക് പണിയെടുക്കാനൊക്കെ മടിയോ, ഒന്നും ചെയ്യല. ഞാൻ പിന്നെ ഒന്നും ചെയ്യിക്കുകയില്ല. ഈ സ്കൂളിൽ പോയിട്ട് ഈ പിള്ളേരോട് പിന്നെ ഒച്ചയെടുത്തൊക്കെ വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യിക്കാറുമില്ല. പിന്നെ കൊള്ളാം, നാളെ വേറൊരു വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വിടേണ്ട കൊച്ചാ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം പെണ്ണിനെ തിരിച്ച് ഇവിടെ കൊണ്ടേ ആക്കുമല്ലോ. വല്ലതൊക്കെ വെച്ചുണ്ടാക്കാൻ പഠിപ്പിക്കതിനെ. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് എന്റെ പൊന്നു ജലജെ. നിന്റെ പെൺകൊച്ചിന് ഒരു പക്വതയില്ല. ഇത്രയും പ്രായമായ പെണ്ണാന്ന് അതിനോട് വർത്താനം പറയുമ്പോ എനിക്ക് തോന്നിയത്. ഇങ്ങനെയുണ്ട് പെൺപിള്ളേരൊരു പക്വത ഇല്ലാണ്ട്. അയ്യോ, നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വളർത്തിയിട്ടാ കേട്ടോ. അത് നേരാ. ഇളയതായതുകൊണ്ട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവള് കുഞ്ഞല്ലായിരുന്നോ ചേച്ചി? ചേച്ചിക്ക് ഓർമ്മയില്ലേ, 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ എന്തോരം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ അങ്ങനെ കൊണ്ടു നടന്ന് വളർത്തിയതല്ലേ നമ്മള്. സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ടീച്ചർമാരും അതുപോലെ കൊഞ്ചിക്കുമായിരുന്നു, ഈ കുഞ്ഞു കൊച്ചായത് കൊണ്ടിട്ടേ. അങ്ങനെ വഷളായി പോയി എന്ന് പറഞ്ഞാൽ മതി. ചോറ് വരെ ഇപ്പോഴും ഞാൻ വാരിയെ കൊടുക്കുന്നേ. ദൈവമേ, പോത്തുപോലെ വളർന്ന പെണ്ണിനോ? ചേച്ചി, രാവിലെ ഏറ്റ് വരുമ്പോ ഒരു നേരമാകും. പിന്നെ ഈ ഒരുങ്ങുന്നതിന്റെ പുറകെ കൂടെ ഞാൻ ഈ ചോറും പ്ലേറ്റും കൊണ്ട് നടക്കും. ചോറും വാരി കൊടുത്തു കൊടുത്തു കൊടുത്തു. അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഒരു ഓട്ടം വന്നേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറകെ നടന്നില്ലെങ്കിൽ ഒരുങ്ങി കുളിച്ചൊരുങ്ങി ഒരൊറ്റ ഓട്ടമാ സ്കൂളിലേക്ക്. പിന്നെ നമുക്ക് മനസ്സമാധാനം ഉണ്ടോ? അതുകൊണ്ട് ഞാൻ എന്നേലും ഇച്ചിരി കഴിച്ച് വയറ് നിറയട്ടെ ഓർത്ത് വാരി കൊടുക്കും. എന്റെ പൊന്ന് ജലജെ, നീ നിന്റെ മകളെ കെട്ടിക്കാതിരിക്കുന്നതാ നല്ലത്. വെറുതെ എന്തിനാ വേറൊരു ചെറുക്കൻ കൊച്ചിന്റെ ഭാവി കളയുന്നേ? എവിടെയെങ്കിലും നോക്കണം ചേച്ചി. ഇപ്പൊ പ്രായം ഇത്രയായില്ലേ. കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടരിങ്ങനെ വന്ന് കണ്ട് പോവുകയൊക്കെ ചെയ്തായിരുന്നു. എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല, ഒന്നും പറഞ്ഞില്ല അവരിതുവരെ. നിന്റെ മോളെ കെട്ടിച്ചാൽ എന്താവൂന്ന് ഓർത്തിട്ട് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല. കുടുംബത്തിൽ എല്ലാ പിള്ളേർക്കും ജോലിയായി, എല്ലാരും പഠിച്ച് ജോലിക്കാരായി. നിന്റെ മോള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. കേട്ടോ, പിന്നെ ആരുടെ ബുദ്ധിയെ കിട്ടിയാന്നാ ഞാൻ ഈ ഓർക്കുന്നത്. ഇതെന്താടി, അമ്മായി വന്നിട്ട് നീ മുറി അടച്ചിട്ടേ
ഇവിടെ വന്നിരിക്കുന്നേ? ഉം എന്റെ പൊന്നു ടീച്ചറെ, ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലേ എന്റെ കയ്യിൽ നിന്ന് പോകും. ഞാൻ വന്നപ്പോ മുതൽ അമ്മായി എന്നെ ചൊറിയാൻ തുടങ്ങിയതാ. എന്റെ വാ വെച്ച് ഞാൻ വല്ലതും പറഞ്ഞു പോയാലുണ്ടല്ലോ, അമ്മായി പിന്നെ മേലെ ഈ വീടിന്റെ പടി ചവിട്ടൂല. അതുകൊണ്ടാ ഞാൻ മിണ്ടാതെ വന്ന് ഇവിടെ ഇരിക്കുന്നത്. പ്രായമായ ആൾക്കാരല്ലേ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഞാൻ ഈ ബുക്ക് തരാൻ വേണ്ടിട്ട് വന്നതാ. നിനക്ക് എക്സാം അല്ലേ? അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും ഇത് വേഗം ഒന്ന് കൊണ്ട് തന്നേക്കാം. അന്നേരം എം ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. താങ്ക് യു ടീച്ചറെ. ഞാൻ ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ജോലി ചെയ്യാൻ. പക്ഷെ ശമ്പളം ഇല്ലല്ലോ. അതുകൊണ്ടാ പിന്നെ വേറെ ടെസ്റ്റ് എഴുതാന്ന് വിചാരിക്കുന്നത്. നീ ഏതായാലും ഇരുന്ന് പഠിക്കാൻ നോക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അല്ലെ അങ്ങോട്ട് വാ കേട്ടോ. ഇന്ന് താങ്ക് യു. അപ്പുറത്തെ സരോജിനിയുടെ മരുമോളല്ലേ പ്രിയ? ഹൈസ്കൂൾ ടീച്ചർ അല്ലേ? അതെ അതെ. ആ നല്ല ജോലി, നല്ല ജോലി. എല്ലാ ജോലിയും നല്ലതാ. ഓരോ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ടല്ലോ. ഇവിടെ ഒരുത്തി വന്ന് കേറിയിട്ടുണ്ട്, തറാവറ പഠിപ്പീരും കഴിഞ്ഞിട്ട്. വല്ല ഗുണമുണ്ടോ? പിള്ളേർക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ജോലിയെ ഏറ്റവും മഹത്വമുള്ള ജോലിയാ. അങ്ങനെ ഞാനതിനെ കാണുന്നത്. ഇതൊക്കെ പറയാൻ കൊള്ളാം എന്റെ പൊന്നു ടീച്ചറെ. നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല ശമ്പളവും കിട്ടും. ടീച്ചർ തന്നെ പറ, ഇപ്പൊ നല്ലൊരു സാരി മേടിക്കണേ കൊടുക്കണം 5000 രൂപ, അല്ലേ? പോട്ടെ കേട്ടോ, എന്നാല് ഒരുപാട് പണിയുണ്ട്. ആ ആ ആ ഉം തത്വം പറയാനൊക്കെ ആർക്കും പറ്റും മോളെ. പക്ഷേ കാശിന് കാശ് തന്നെ വേണം. തത്വം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അടുപ്പിൽ അരി വേകൂല. ഇതെന്താ, ഒരു പുസ്തക പാരായണം? ഒന്നുമില്ല, ചുമ്മാ. ഞാൻ എന്തായാലും ഇറങ്ങാൻ നോക്കും അങ്ങോട്ട്. രാവിലെ വന്നതല്ലേ. ശരിയമ്മായി. നീ ഒരു കാര്യം ചെയ്യ്, വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ പഠിക്ക്. ഏ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തതാ. വേറെ വീട്ടിലോട്ട് കല്യാണം കഴിച്ചു പോകുമ്പോ യാതൊരുവിധ വിലയും കാണിയല്ല. വല്ല പാചകം ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ അതെങ്കിലും ഉപകാരം ഉണ്ടാവും കെട്ടിയവന്റെ വീട്ടുകാർക്ക്. ഇനി അടുക്കളപ്പണിക്കല്ലേ ഉള്ളൂളൂ. അല്ലേ? അമ്മായിക്ക് ജോലിയുണ്ടോ? ഇല്ലല്ലോ. 4ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലല്ലോ. അപ്പൊ അമ്മായി കൂടുതൽ പറയാൻ നിൽക്കണ്ട. അമ്മായി വന്നപ്പോ മുതൽ എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ചൊറിയാൻ തുടങ്ങിയതാ. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ അമ്മായി വല്ലാതെ എന്നെ അപമാനിക്കണ്ട. അമ്മായിയുടെ മോക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കി എന്നെ ജോലി ഇങ്ങനെ തരണ്ടായിട്ട് സംസാരിക്കരുത്. പിന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടാ, പക്ഷെ കളിയാക്കുന്നതേ കേട്ടോണ്ട് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പത്തെ പിള്ളേരോട് വല്ലതും പറയാൻ പറ്റുമോ? എന്താന്ന് വെച്ചാ കാണിക്ക്. ഞാനങ്ങ് പോവോ? പറഞ്ഞെന്നേ ഉള്ളൂ, നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി എന്നാ. നാളെ വരികയല്ലേ? ആ ആ ആരാടി വന്നിട്ട് പോയേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, മോളെ ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വന്നിട്ട് പോയിന്ന്. ന്യൂസിലാൻഡുകാരൻ പണക്കാരന്റെ ആലോചന. എന്നിട്ട് അവര് നിന്റെ മോളെ വന്ന് കണ്ടുപോയിട്ട് ആ ബ്രോക്കറെ പിടിച്ച് തല്ലിയോ? അവർക്ക് കുഴപ്പമില്ലെന്ന്. പിന്നെ ചെറുക്കന്റെ വീട്ടുകാർക്കും ചെറുക്കനും ഒക്കെ പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന്. നിത്യാനെ ഇഷ്ടപ്പെട്ടെന്നോ? എന്ത് കണ്ടിട്ട്? പണത്തിന് പണമുണ്ടോ? ഇല്ല. ജോലിക്ക് ജോലിയുണ്ടോ? ഇല്ല. സൗന്ദര്യമുണ്ടോ? ഇല്ല. എല്ലാം പോട്ടെ, നല്ലൊരു വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ? അതും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നേ? അങ്ങനെ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാണ്ടൊന്നും ഇല്ലല്ലോ. ഡിഗ്രി പാസ്സായില്ലേ, അതൊരു വിദ്യാഭ്യാസ യോഗ്യത തന്നെയല്ലേ? ചേച്ചി പറയുന്ന കേട്ടാ തോന്നുമല്ലോ എന്റെ മോൾ എന്തോ SSLC തോറ്റിട്ട് നിൽക്കുവന്ന്. ഈ ഡിഗ്രിയുടെ കടലാസ് കൊണ്ട് എന്നാ ചെയ്യാനാ? ഈ ഡിഗ്രിയൊക്കെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ടൊന്നും ഞാനൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഡിഗ്രി കൊണ്ട് യാതൊരുവിധ കാര്യമില്ല. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ശരിക്കും ഒന്ന് അന്വേഷിച്ചേക്ക് കേട്ടോ. ചേട്ടൻ വരുമ്പോ പറയും ആ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി. ചെറുക്കന്റെ ആദ്യത്തെ കല്യാണമാണോ, വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണല്ലോ. ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് അങ്ങ് വന്ന് പറയുമ്പോളേ അവർക്ക് എന്തായാലും ഓക്കെ എന്നാ പറഞ്ഞത്. പിന്നെ ചെറുക്കൻ പോകുന്നതിന് മുമ്പ് അവർക്ക് കല്യാണം നടത്തണമെന്ന്. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാ ബ്രോക്കർ വന്നത്. ഞാൻ പിന്നെ നാളെ ഒന്നും കൂടി വരാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ചേട്ടനില്ലല്ലോ, അപ്പൊ നാളെ ചേട്ടനെ പിടിച്ചിവിടെ ലീവാക്കി നിർത്താം. അപ്പം പിന്നെ നാളെ ബ്രോക്കർ ഒന്നും കൂടി വരും. എന്നാലും എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ആലോചിക്കുന്നേ. ചിലപ്പോ തലയിൽ സ്കെയില് വെച്ച് വരച്ചപ്പോ നേരെ വെച്ച് വരച്ചു കാണും ദൈവം. നിത്യ വിളിക്കാറില്ലേടി? അവക്ക് സുഖമാണോ? നിത്യ എല്ലാ ദിവസവും രാവിലെയും വിളിക്കും വൈകുന്നേരം വിളിക്കും. പ്രസവം കഴിഞ്ഞിട്ട് അവനങ്ങോട്ട് കൊണ്ടുപോയതല്ലേ അവളെയും കൊച്ചിനെ. ഇപ്പൊ കൊച്ചിന് 1.5 വയസ്സായി. അടുത്ത മാസം ചിലപ്പം വരും അമ്മയെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലീവ് കിട്ടുമോന്ന് അറിയത്തില്ല അവനെന്നാ പറഞ്ഞ്. വരാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിയിരിക്കുവാ. കൊച്ചിനെ ഒന്ന് കാണാൻ കൊതിയായിട്ടേ. എന്തായാലും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് ഒരു തവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മായി എങ്ങനെയാ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച്. 1-2 തവണ വിളിച്ചു കേട്ടോ. പിന്നെ അവന്റെ കൂടെ ന്യൂസിലാൻഡിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരം എനിക്കില്ലല്ലോ. ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് കുറെ ആയില്ലേ. എന്തായാലും സുഖമായിട്ടിരിക്കട്ടെ.
പിന്നെ ചേച്ചി ധന്യ എന്തോ പറയുന്ന ചേച്ചി, ചേച്ചിക്ക് ഇങ്ങോട്ട് വരുമ്പോ അവളെ ഒന്ന് കൂട്ടിക്കൂടായിരുന്നോ? വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴേ. എന്റെ പൊന്നു ചെലച്ചി, ആ പെങ്കൊച്ച് ആ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങിയരാ പിന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ് 6 മാസം തികച്ച് ഭർത്താവിന്റെ കൂടെ നിന്നില്ലല്ലോ. അതിനു മുമ്പേ വീട്ടിലോട്ട് വന്നു. ഇപ്പൊ ബന്ധവും പിരിഞ്ഞ് ആരോടും മിണ്ടുവും ഇല്ല, മര്യാദയ്ക്ക് ഭക്ഷണവും കഴിക്കാനോ, ഉണ്ടായിരുന്ന ജോലിയും പോയി. ഡിപ്രഷൻ പിടിച്ച പോലെ അങ്ങനെ ഇരിക്കുന്നു. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും ചേച്ചി. വിദ്യാഭ്യാസമൊക്കെ ഉള്ള കൊച്ചല്ലേ, പയ്യെ പയ്യെ എല്ലാം ആയിട്ട് പൊരുത്തപ്പെട്ട് ശരിയായിക്കോളും. ചേച്ചി വിഷമിക്കാതിരിക്കും. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചിങ്ങനെ ജീവിക്കുവാടി ഞാന്. നീ ഒരു ദിവസം അങ്ങോട്ട് വാ. ആരെങ്കിലും ഒക്കെ വന്നും കണ്ട് സംസാരിച്ചും ഒക്കെ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിലേ. നല്ല കുടുംബമഹിമയും ജോലിയും എല്ലാം നോക്കി കെട്ടിച്ചു വിട്ടതാ. ഇങ്ങനത്തെ കൂട്ടരാന്ന് അറിഞ്ഞില്ല. അവിടെ കിടന്ന് കുറെ അനുഭവിച്ചു. സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാ പോകുന്നത്. അവൻ വേറെ കല്യാണവും കഴിഞ്ഞെന്ന്. എന്റെ മോളുടെ വിധി.